പ്രിയപ്പെട്ടവരെ, റഹ്മത്തിന്റെ വത്ത് ഒന്ന് രണ്ട് ദിവസങ്ങളൂടെ ബാക്കിയുള്ളൂ. നമ്മളിൽ നിന്ന് ഇതാ ഇവിടെ പറയുകയാണ്. ഈ ഒരു 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് മനുഷ്യഭാവനക്ക് അതീതമായി പേമാരിയേക്കാൾ നിമിഷാർത്ഥത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു സെക്കൻഡും റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് ഈ 10 ദിവസങ്ങളിൽ ഒഴിവല്ല. ചില സൂഫിയാക്കൾ പറയുന്നത് റഹ്മത്തിന്റെ പ്രകാശ പ്രസരണം ചില സമയത്ത് ഒന്നായിട്ടാണ്ട് ഉണ്ടാവും. ആ സമയത്ത് ഇബ്ലീസിനെ രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകുന്നു. അയ്യാതെ റഹ്മത്ത് ഇറങ്ങല് രക്ഷപ്പെട്ടിട്ടല്ല, പക്ഷെ റഹ്മത്തിന്റെ ഊക്ക് കൊണ്ട്, അതിശക്തമായ പ്രവാഹം കൊണ്ട് ചിലർക്ക് തോന്നും ഇതിൽ ഇബ്ലീസിനെ കഴിച്ചിലാവുന്നു. ആ യാതി റഹ്മത്താണ് ഈ 10 ആഞ്ഞടിക്കുക. ഈ 10 ദിവസങ്ങളിൽ പടച്ചോന്റെ റഹ്മത്തിന്റെ നഫഹാത്തിൽ പെട്ടില്ലെങ്കിൽ ദുനിയാവിൽ അവനേക്കാൾ വലിയ പരാജിതനില്ല. അതാണ് അതിന്റെ കണക്ക്. 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ഉള്ളതൊക്കെ. വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അള്ളാന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. റഹ്മത്തി വസിഅത് കുല്ല ഷൈഇ എന്ന് ഖുർആൻ പറഞ്ഞു. റഹ്മത്തി വസിഅത് കുല്ല ഷൈഇ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലേക്കും വിശാലമാണെന്ന്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഇബ്ലീസ് പറഞ്ഞു ആ റഹ്മത്ത് എനിക്കും കിട്ടും എന്ന് പറഞ്ഞു. കാരണം അനശൈഉം മിനൽ അശ്യാ. അള്ളാഹ് പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ഉണ്ട് എന്നല്ലേ. ഞാനൊരു വസ്തു തന്നെയാണ്. ഞാൻ ഇബ്ലീസ് ആണെങ്കിലും വസ്തു തന്നെയല്ലേ. അണ്ട് ആ റഹ്മത്ത് എനിക്കും കിട്ടുന്നതാണ് ഇബ്ലീസ്. യഹൂദികളും നസാറാക്കളും പറഞ്ഞു ഞങ്ങൾക്കും കിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളും വസ്തു തന്നെയല്ലേ എന്ന് വെച്ച്. അപ്പൊ അള്ളാഹ് ഇറക്കിയതാണ് റഹ്മത്ത് എല്ലാ വസ്തുക്കളിലേക്കും വ്യാപകമാണ്. പക്ഷെ അത് ഞാൻ രേഖപ്പെടുത്തും ലില്ലദീന യത്തഖൂൻ, ശിർക്കിനെ സൂക്ഷിക്കുന്ന ആളുകൾ. യത്തഖൂനായി ശിർക്ക എന്ന് തഫ്സീറിൽ കാണാം. മാത്രല്ല വയുത്തൂന സക്കാത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കണം. വല്ലദീന ഹും ബി ആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയാത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം. ഫയൈസ ഇബ്ലീസ്, അപ്പൊ ഇബ്ലീസ് നിരാശനായി. കാരണം എന്താ? ഈ 3 ഡിമാൻഡ് വാനിലില്ല. മുത്തക്കയല്ല, അള്ളാന്റെ ആയാത്തുകളെ കൊണ്ടൊക്കെ വിശ്വസിക്കുന്ന ആളുമല്ല, പലതും തള്ളിയിട്ടുണ്ട്. അള്ളാഹിനെ ധിക്കരിച്ച ആളുമാണ്. അപ്പൊ ഓൻ പുറത്തുപോയി. പക്ഷെ എന്നാലും യഹൂദികളും നസാറാക്കളും പറഞ്ഞു ഞങ്ങൾ പെടും. അതെന്താ? ഞങ്ങൾ ശിർക്ക് ചെയ്യണില്ല. മാത്രമല്ല അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ സക്കാത്ത് കൊടുക്കല്ലേ, ഞങ്ങളും കൊടുക്കണ്ട്. ഓലും പറഞ്ഞു നിങ്ങളെ ആയത്തിൽ ഞങ്ങളും പെടുന്നു. ആയില അള്ളാഹു എല്ലാരും മാറ്റി വെച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണ് الذين يتبعون الرسول النبي الأمي. എന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചാൽ പോരാ, സക്കാത്ത് കൊടുത്താൽ പോരാ, ശിർക്കിനെ സൂക്ഷിച്ചാൽ പോരാ, മറിച്ച് ഉലകത്തിന്റെ നേതൃത്വമായി എന്റെ അവധൂതരായി നിയോഗ പുരുഷനായി പ്രതിപുരുഷനായി ഞാൻ പറഞ്ഞു വിടുന്ന നിരക്ഷരനായ സത്യസന്ധനായ അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയില് ദൃഢരൂഢമൂലമായി വിശ്വസിക്കുകയും ചെയ്യണേ. അങ്ങനെയുള്ളവർക്കാ എന്റെ റഹ്മത്തുള്ളത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചപ്പോ അവസാനം അവര് പറയുന്നത് ഫബഖിയത്തിർ റഹ്മത്തു ഖാസത്തൻ ലിൽ മുഅ്മിനീൻ, റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ട് ചുരുങ്ങി അത് മുഅ്മിനീങ്ങളുടെ കുത്തകയായിട്ട് മാറി. മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതിനിപ്പോ എങ്ങനെ വിശദീകരിച്ച് സെമിനാറിൽ മാനവികത അവതരിപ്പിച്ചാലും ഇതിന്റെ പുറത്തൊന്നും ഒരു അഖീദയില്ല. ഇപ്പൊ ചില ആളുകൾക്ക് മാനവികത പൊളിഞ്ഞു പോകുന്നുള്ള ഭയങ്കര പേടിയാ. അങ്ങനെ എല്ലാ മതക്കാരെയും സ്വർഗത്ത് കൂട്ടുക. വലിയ വലിയ ആളുകൾ തന്നെ. ചില ആളുകളുടെ പ്രസംഗം അങ്ങനെ കേട്ടാൽ തോന്നും മതം മദ്ഹബ് പോലെയാണോ. വലിയ ആളുകൾ, ചെറിയ ആളുകളൊന്നുമല്ല. വല്ല പ്രസംഗം ഇങ്ങനെ ലാസ്റ്റ് കണക്കുട്ടി അപ്പൊ മതം മദ്ഹബൊക്കെ ഒരുപോലെ തന്നെയല്ലേ എന്നാ തോന്നിപ്പോവാ. എന്തിനാ ഇങ്ങനെ മാനവികത ഉണ്ടാക്കണ? ആർക്ക് വേണ്ടിയിട്ട് അഖീദ പൊളിക്കണേ? ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് പറഞ്ഞല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ. ഫബഖിയത്തിർ റഹ്മത്തു ഖാസത്തൻ ലിൽ മുഅ്മിനീൻ, ഫബഖിയത്തിർ റഹ്മത്തു ഖാസത്തൻ ലിൽ മുഅ്മിനീൻ, റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം പ്രത്യേകമായി നമ്മുടെ മുഅ്മിനീങ്ങളുടെ കുത്തകയാണ്. പക്ഷെ ആര് മുഅ്മിനായിട്ട് മരിക്കൂല്ലേ അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഒരു ക്രിസ്ത്യാനിയെ ചൂണ്ടിയിട്ട് ആള് നരകത്തിലാണെന്ന് ഇവിടുന്ന് പേരിട്ട് നമുക്ക് പട്ടിക ഉണ്ടാക്കാൻ പറ്റില്ല.
നമ്മളിങ്ങനെ പട്ടിക തയ്യാറാക്കിയിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി നരകത്തില്, മറ്റേ അമിത്ഷാ നരകത്തില്, മറ്റേ എൻ്റെ അയൽവാസി അയ്യപ്പൻ നരകത്തില്, ഞാൻ എൻ്റെ വല്യപ്പ സ്വർഗത്തിൽ, പട്ടിക ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും ആർക്കില്ല. അതൊക്കെ ആണ്ടുകൊണ്ടൊക്കെ മാറും. അയാൾ ഇങ്ങോട്ടും വരാപ്പെടുന്ന ആണ്ടും പോവാം. മുഅ്മിനീങ്ങൾക്ക് സ്വർഗമുള്ളൂ, റഹ്മത്തുള്ളൂ, അതിൽ സംശയമില്ല. ഈ റമളാനൊക്കെ ബഹുമാനിച്ച് എത്ര കാഫിര്യങ്ങൾ മുഅ്മിനീങ്ങളായിട്ട് മരിച്ചിട്ടുണ്ട്. ഞാൻ 1-2 കിതാബിൽ കണ്ടാണ് സംഭവം. ഒരു വലിയ മഹാൻ സൂഫിയാണ്, അവരുടെ അയൽവാസി ജൂതനായിരുന്നു. ജൂതനായി ജീവിച്ച് ജൂതനായി മരിച്ച ആളാണ്. പക്ഷെ ഇയാൾ കിനാവാണ്. അയാള് സ്വർഗത്തിൽ നല്ല കിരീടമൊക്കെ ധരിച്ച് സ്വർഗത്തിലെ വേഷവിധാനത്തോടു കൂടി പ്രോജ്വലിച്ച് മൊഞ്ചായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സൂഫി ചോദിച്ചു, നിങ്ങളെന്താ സ്വർഗത്തിൽ, നിങ്ങൾ ജൂതനായി ജീവിച്ച് മരിച്ച ആളല്ലേ, ഞങ്ങളെ വിശ്വാസത്തിൽ ജൂതന്മാരൊക്കെ നരകത്തിലാണല്ലോ, നിങ്ങളെന്താ അങ്ങനെ സ്വർഗത്തില് എന്ന് വെച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ജൂതനായി ജനിച്ച് ജൂത കുടുംബത്തിലുള്ള ആൾ തന്നെയാണ്. നിങ്ങളെ നോട്ടത്തിൽ ജൂതനായി മരിച്ച് ജൂതന്മാരാണ് എൻ്റെ സംസ്കരണം പൂർത്തിയാക്കി, ഒക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ആരും അറിയില്ല. എന്താ? നിങ്ങളെ മാപ്പിളാരെ റമളാൻ ഉണ്ടല്ലോ, റമളാൻ മാസത്തിൽ എൻ്റെ മോന് അങ്ങാടിന്ന് പത്തിരിന്ന് പട്ടാപ്പകൽ. അയാൾക്കത് തിന്ന കാരണം എന്താ? ആൾക്ക് റമളാൻ ഇല്ലല്ലോ. പക്ഷെ എനിക്ക് സഹിച്ചില്ല, ഞാൻ അച്ഛനല്ലേ. ഓൻ പൊരയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, എടാ റമളാൻ നമ്മളിതല്ല, മാപ്പിളാര് തന്നെ. സംഗതി ശരി തന്നെയാണ്. പക്ഷെ നീ പട്ടാപ്പകൽ അങ്ങാടിന്ന് പത്തിരുന്നാൽ ഓൽക്ക് വിഷമാവും, മുഹമ്മദീയർക്കത് വിഷമാവും. ഞാനും നീയും മുഹമ്മദ് നബിന്റെ ആളല്ല, ഓക്കെ, അതിനെനിക്ക് പൊരയിൽ ഒന്ന് നിന്നൂടാ, അങ്ങാടി നിന്നോ. ഇനി എങ്ങാനോ റമളാന്റെ പകൽ സമയത്ത് നിന്നെ അങ്ങാടിന്ന് പത്തിരി തിന്നായിട്ട് ഞാൻ കണ്ട പൊരയ്ക്ക് കയറ്റൂല. അത് റമളാനൊരു ബഹുമാനിക്കലാണ്. ഇയാള് പറയാണ്, ഈ ഒരു പണി എൻ്റെ ജീവിതത്തിൽ നടത്തിയ കാരണത്താൽ എൻ്റെ അവസാന ശ്വാസത്തിൽ പടച്ചോൻ എനിക്ക് കെലിമട്ട് എന്നിരുന്ന് ചൊല്ലിയിട്ടാണ് ഞാൻ മരിച്ചത്. റമളാനിൽ ഈബത്ത് പറയുന്ന ആൾക്കാരുണ്ട്, വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്. അവരെ ഈമാൻ ഊരപ്പെട്ടിട്ടല്ലാതെ ചത്തുപോകൂല, അള്ളാഹു കാത്തിട്ട്. നോമ്പർക്ക് ഇരുന്നാൽ തന്നെ ഈബത്ത് പറഞ്ഞ ആൾക്കാരില്ലേ, ഓൽക്കൊക്കെ ഈമാൻ ഉണ്ടായിട്ട് മരിക്കുവോ? കാരണം ഈബത്ത് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടുള്ള വ്യഭിചാരല്ലേ. വ്യഭിചാരം 2 ഉണ്ട്, നാവുകൊണ്ട് വ്യഭിചാരമുണ്ട്, ഗുഹ്യസ്ഥാനം കൊണ്ട് വ്യഭിചാരമുണ്ട്. 2 എല്ലില്ലാത്ത അവയവാണ്, 2 വഹദാന്റെ മേലെ അറിയിക്കണോ. കണ്ണ് 2 ചെകിട് 2, കൈ 2, കാല് 2, മൂക്ക് 2 തന്നെയാണ്. ആരാ ഓരോരുത്തർ തപ്പിണിപ്പോ? 2 ഓട്ടല്ലേ, ഇടയിലൊരു പാലല്ലേ, 1 മണിക്കൂർ ഒരു ഓട്ടയിൽ കൂടി ശ്വാസം പോവുള്ളൂ. അപ്പം ഇടത്തെ ഓട്ട ശ്വാസം പോകാതെ ഉണക്കുക, തൊട്ട് വെക്കാണ് ഇപ്പോൾ ഓരോരുത്തർ. അങ്ങനെ തന്നെ ഉള്ളത്. പിന്നത്തെ 1 മണിക്കൂർ ഇടത്തെ ദ്വാരത്ത് കൂടി ശ്വാസം പോകും, അപ്പൊ വലത്തെ ദ്വാരം അവിടെ നിൽക്കും. ജലദോഷമാണെങ്കിൽ 2 കൂടി പോകില്ല എന്ന് മാത്രം. ഇത് മാറി മാറിയിട്ട്. അപ്പൊ തത്വത്തിൽ കാഴ്ചയിൽ ഒന്നാണെങ്കിലും തത്വത്തിൽ 2 ഒക്കെ 2. പക്ഷെ ഗുഹ്യസ്ഥാനം നാവോ ഒന്നാണ്. അത് വഹദാനിയത്തിന്റെ മേലെ അറിയിക്കണ വളരെ അളമത്തുള്ള താലീമുള്ള അവയവങ്ങളാണ്. 2നും എല്ലുമില്ല. ഇതെന്താ 2 ഓരോന്നാക്കാൻ കാരണം? ഇതുകൊണ്ട് പണിയില്ല എന്ന് അറിയിക്കാനാണ്. ഇതുകൊണ്ട് പണി കുറവാണ്. കണ്ണിന്റെ പണി നാവിനില്ല. കണ്ണ് കുറെ കാണേണ്ടി വരും, നാവ് കുറച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് 2 ഒന്നുണ്ടായിട്ട് ഇപ്പൊ കോലത്തിൽ 2 കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നുണ്ടായിട്ട് ചെയ്യാതെ വിത്തിനും പസാദൊക്കെ പറയണം. അപ്പൊ നമുക്കൊക്കെ 2 നാവ് വന്നാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ റമളാനിനെ ബഹുമാനിച്ചിട്ട് ഈമാനോടെ മരിച്ച ജൂതൻ, റമളാനിനെ നിന്ദിച്ചിട്ട് ഈമാൻ ഊരപ്പെട്ട് ചത്തുപോയ മുസ്ലിം, 2 ഉണ്ട് ചരിത്രത്തിൽ. നമ്മൾ ഏതിൽ പെടണോന്ന് ചിന്തിച്ചിട്ട് പിരിഞ്ഞാൽ മതി. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം പ്രദാനം ചെയ്യട്ടെ. അതോടുകൂടി റഹ്മത്ത് എന്നത് മുഅ്മിനീങ്ങളുടെ കുത്തകയായി മാറി. അവ്വലുഹു റഹ്മ, റമളാനിന്റെ പ്രഥമ 10 കാരുണ്യത്തിന്റെ 10 എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഈ സൃഷ്ടിപ്പ് തുടങ്ങിയ റഹ്മത്ത് എന്നാണ്. അള്ളാഹിന്റെ ആദ്യത്തെ സൃഷ്ടി റഹ്മത്താണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫയാണ് ആദ്യത്തെ സൃഷ്ടി. റഹ്മത്ത് മുസാഫിൽ ആദ്യത്തെ ആയത്ത് റഹ്മത്ത്. റമളാന്റെ ആദ്യത്തെ 10 റഹ്മത്ത്. ബുദ്ധിയുള്ള ആളുകളുടെ മണ്ടയ്ക്കാണ് ഇത് കോരിട്ടേരുന്നത്. ഇത് പിടിച്ച് തൂങ്ങിയാൽ രക്ഷപ്പെടും. ഇബാദത്തിൽ വെച്ചിട്ട് ഞെളിഞ്ഞ് കളിച്ചാൽ തൂറ്റിപ്പോകും. നമ്മളെ ഇബാദത്ത് പൊട്ടിപ്പൊളിഞ്ഞേറ്റാണ്ട് പോയാല് നമുക്കങ്ങനെ തോന്നാണ്. ഇപ്പൊ 20 റക്അത്ത് തറാവി, 3 റക്അത്ത് വിത്ർ, അതിനിടക്ക് റവാത്തിബ്, ജമാഅത്ത്, പിന്നെ ചൊല്ലിപ്പറയല്, പിന്നെ അല്ലാഹുമ്മ റഹ്മനി. നമുക്കിങ്ങനെ തോന്നാ നാളെ മീസാലിട്ട് തൂക്കുമ്പോ എളാപ്പാനും കൂടി വിളിക്കേണ്ടി വരും പിടിച്ചു പൊന്തിക്കാനായി. ഒറ്റക്ക് തൂക്കിയാൽ പറ്റൂലെന്ന്. കാരണം അതിനത്ര ഉണ്ടല്ലോ.
ആരാണോ അവന്റെ അവനിന്റെ മേലിൽ അവലംബായത് അവനൊക്കെ നാളെ പൊട്ടിപ്പാളീസാവും. നമ്മളെക്കാളൊക്കെ വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു അമലിന്റെ ഊക്കൊണ്ട് രക്ഷപ്പെടുന്ന പ്രതീക്ഷ ആളുകൾ, അവരൊക്കെ പരാജയപ്പെട്ടിട്ട് പിന്നെ നമ്മളാ. അള്ളാന്റെ റസൂൽ ഇതിങ്ങനെ പറഞ്ഞപ്പോ ഒരു സംഭവം ഉണർത്തി. ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യണ്ടായിരുന്നു, മലന്റെ മുകളിൽ 500 കൊല്ലം സുജൂദ് മാത്രം അയാളെ പണി, വേറെ പരിപാടി ഒന്നുമില്ല. അതിന് നമുക്ക് കഴിയോ? 500 കൊല്ലം സുജൂദ് കൊടുക്കാൻ? 500 അല്ല, 20 റക്കാത്തെ തറാവിന്റെ അടങ്ങെറുപ്പ് നമുക്കറിയില്ലേ. 500 കൊല്ലല്ല, 20 റക്കാത്തിന്റെ തറാവി കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു. ചൊറിച്ചിലും ഇനി കയ്യിന്റെ വേരില് പോവാത്ത ഒരു ഓൾസും ശരീരത്തിൽ ഉണ്ടാവില്ല. സ്ക്രൂ ഡ്രൈവറിന്റെ ഒരു കുറവ് മാത്രമുണ്ട് തറാവിക്ക് വരുമ്പോ, അവിടെ കൊണ്ടുവരണ്ടേ അങ്ങനെ മുറുക്ക ഉള്ളുകൂടി കയറ്റിട്ട്. 3 പ്രാവശ്യം ചൊറിഞ്ഞാൽ നിസ്കാരം ബാത്തിലല്ലേ. എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത് ഇതാ ബാത്തിലായി. പിന്നെ അതിന് പ്രാക്ടീസ് ഉള്ള മസാല പഠിച്ച ആളുകൾ ഉണ്ടാവും. വേണമെങ്കിൽ പറഞ്ഞില്ല, ഏറ്റവും പൊന്താത്ത കൊതുവൊക്കെ വന്ന് ഹെലികോപ്റ്ററിന് വലുപ്പമുള്ള കൊതുവൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് അവിടെ വെച്ചോളി. തുടർച്ചയായിട്ട് 3 എന്റെ കൈമക്ക് ഇങ്ങനെ നോക്കിക്കാനെന്ന് നടപ്പിലാക്കാനാണ്. കാരണം അതൊക്കെയല്ല നടപ്പിലാക്കുക. ചൊറിയാതെ ഇരുന്ന അത്രയും നന്ദി. അത്ര എന്തൊക്കെയാ കാട്ടിക്കൂട്ടില്ല, ചൊറിച്ചില്, നോട്ടം, ചിരി, എന്തൊക്കെയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 500 കൊല്ലം മലന്റെ മുകളിൽ സുജൂദിൽ കിടന്ന മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത്. 500 കൊല്ലം ആളെ ഇബാദത്തിന്റെ ഇഖ്ലാസിന്റെ ഊക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കറാമത്തിന് ആൾക്ക് മലന്റെ അടിയിൽ നിന്ന് വെള്ളവും റുമ്മാമ്പഴം കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആരെങ്കിലും ഇബാദത്തിന്റെ ഊക്കൊണ്ട് നോമ്പർക്ക് പരിയിലൊന്നും കൊണ്ട് കൊടുക്കാതെ അവിടെ വത്ത കൊണ്ടുവരുമോ? അള്ള ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം തരുമോ? ഫുള്ള് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരല്ലേ. കാരണം വമയത്തക്കില്ല അജാലോ മഹർജൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും നോമ്പർക്ക് ഒരേ അതീതി ചിന്തിക്കലുണ്ട്. യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ മുഹമ്മദ് മുസ്തഫ. എന്തെല്ലാം നോമ്പറക്കാൻ കിട്ടുകയെന്നറിയോ? ഇന്നലൊക്കെ ഓരോരുത്തരും ഓരോന്നേറ്റ് വരിക. അപ്പൊ ഞാൻ ഈ ഹദീസ് ഇങ്ങനെ ചിന്തിച്ച്, റമളാനിൽ മുഅ്മിനീങ്ങളെ ഭക്ഷണം ഇരട്ടി ഇരട്ടി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? ആ നല്ല ഭക്ഷണമായിരിക്കും റമളാൻ. ആർക്കാ ഇപ്പൊ റമളാൻ കഴിഞ്ഞാൽ തൂക്കം കുറവുണ്ടാവുക? 70 കിലോനാണ് റമളാൻ ഒന്നിനെങ്കിൽ ശവ്വാൽ ഒന്നിനെ നോക്കിയാൽ 98 ആയിട്ടുണ്ടാവും. ഇതന്നെല്ലാം അടിച്ചു മാറല്ലേ. നോമ്പറക്കാണ്ട് എന്നുള്ള ധൈര്യത്തിനല്ലേ അത്താൻ കഴിക്കണ്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ബൈക്ക് നീങ്ങുമോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്ന് ഞാൻ പറയാം, ഞാൻ മിഞ്ഞാന്നിട്ട് അവിടെ തറാവിന് ശേഷം പറയും, തീറ്റ പരമാവധി കുറച്ചാൽ നോമ്പിനൊരു ജിഹാദ് ഉണ്ട്, ഉണ്ടാവും. നോമ്പ് ഒരു ജിഹാദാണ്. ജാഹിദു അൻഫുസകും ബിൽ ജൂഇ വൽ അത്ഷ് ഫഇന്ന അജ്റ ദാലിക കമിസ്ലി അജ്റിൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഒന്നും കണ്ട് ബ്രേക്ക്. നമ്മള് നോമ്പറന്ന് നീക്കുമ്പോ ഒരു 5-6 പത്തിരിയും 2-3 വത്തക്കന്റെ കഷ്ണവും ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിക്കാനുള്ള ഒരു ക്യാപ്പ് വെച്ചിട്ട് നീക്കണം. അവനാണ് ആൺകുട്ടി. അല്ലെങ്കിൽ മാക്സി ഇട്ട് നടക്കുക നല്ലത്. എന്നാണ്ട് ഈ ചെങ്ങായിന്റെ വാതിന് എപ്പ ഇരുന്നാലും കുലുമാലിന്റെ വർത്താനായിരിക്കും. ഇത് നന്മക്ക് വേണ്ടി പറഞ്ഞു തരാണ്, വേറെ ഒന്നുമല്ല, വേറെ ഒന്നിനുമല്ല. ഇത് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഇരുത്തം, എന്നിട്ടൊന്ന് ഒരു ഞൗണ്ടല്, എന്നിട്ട് അതൊന്ന് ശരിയാവാൻ ഒരു 3 റക്അത്ത് മഗ്‌രിബ്, ഒന്നുണ്ട് ഇറങ്ങി കിട്ടാൻ. പിന്നെ ഒന്നായിട്ട് അലാക്കിന്റെ തീറ്റ, അത് ശരിയാണ് എക്സർസൈസ് 20 റക്അത്ത് തറാവി അവിടെയും. ഇതിങ്ങണ്ട് ഇറങ്ങാനുള്ള ഒരു പരിപാടി കുമ്പിട്ട് നീര്, പിന്നെ കഴിഞ്ഞങ്ങാണ്ട് മുത്താഴ്, പിന്നെ കഴിഞ്ഞിട്ട് അത്താഴ്. അതിന്റെ ഇടയിൽ അടുക്കളയിൽ തൂങ്ങിക്കിടക്കുന്ന നേന്ത്രപ്പഴക്കോലൊക്കെ മുഴുവൻ അതും കാലിയാക്കുക. പിന്നെ അവലുണ്ടെങ്കിൽ അതും തൊള്ളേക്കും. ഇങ്ങനെ തിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നോമ്പാണ്ട് കഴിഞ്ഞാൽ എത്ര കിലോ മൈദാണ് പള്ളിയിൽ ഉണ്ടാകുക? മൈദ, സമൂസ, എണ്ണ, വെളിച്ചെണ്ണ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെങ്ങനെ കിടക്കല്ലേ? ഇതൊക്കെ സൊക്കടായി മാറല്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പഠിച്ചവനെ ഞാൻ ഈ പറഞ്ഞ് ഉൾക്കൊണ്ട് അത് നടപ്പിലാക്കണ ഒരു 10 മുഅ്മിനീങ്ങളെ ശാസ്ത്രം ഉണ്ടാക്കി തരണേ അള്ളാഹ്. കണ്ട ഈ ഭാഗത്തൊന്നും ആമീൻ കിട്ടിയില്ല, ഒക്കെ മിണ്ടാതിരിക്കുകയാണ്. അഥവാ വേറെ ആരെങ്കിലും ആമീൻ കൊണ്ട് കബൂലായ നമ്മളും തട്ടിപ്പോവാം നമുക്ക് എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങളും ഉണ്ടാക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ആയുസ് പ്രദാനം ചെയ്യട്ടെ. അതിനു വേണ്ടി പറയാണ്, ആയുസ് ഉണ്ടാവും, ഇബാദത്തിന് നല്ല ഉന്മേഷം ഉണ്ടാവും. ഞാൻ ശരിക്കും പരിശോധിച്ചാ മിഞ്ഞാന്ന് ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ച് അതിനേക്കാൾ ആവേശം ഇന്നലെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ ജ്യൂസ് 1/2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. 2.5 കൂട്ടിയപ്പോ അതിനനുസരിച്ച് കൊണ്ട് ഒരു തളർച്ച ഉണ്ടായിരുന്നു. തീറ്റമ്മൽ ഇബ്ലീസ് എല്ലാം പണിയെടുക്കും. തീറ്റമ്മ നല്ല പണിയായിരിക്കും. നമ്മളിത് ഇങ്ങനെ നോമ്പറക്കായിരുന്നാണ്ട് ഇങ്ങനെ എണീക്കുമ്പോ കുറച്ചും കൂടി ആർത്തിയും ആവേശവും ആവശ്യമൊക്കെ അതിനോട് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും ആവശ്യം കെട്ടിട്ട് പിന്നെ പൊറാട്ട പിടിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഇനി ഇതാണ്ട് പോകൂലേ, അടിച്ചു മാറിക്കൂടെന്ന്.
ഞമ്മക്കന്നെ ഇസ്കാല് പോവില്ല, നിന്നിട്ടാണ് ചീരിനെ കൊണ്ടായിട്ട്. ഈ ആദ്യം തീറ്റൊക്കെ തിന്നാ പിന്നെ എന്ത് തറാവിയ കൂട്ടരെ ഉണ്ടാകുക. നമ്മളെ നാട്ടിൽ ഒരാൾ തറാവിൻ്റെ ഇടയിൽ മിച്ചറുമേക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഈ 2 റക്അത്തോണ്ട് തൊള്ളയിലിടാനാണ്. ഇങ്ങനെ തിന്നാ പിന്നെ എടുക്കാൻ നമ്മളെ പൂക്ക്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജാഹിദൂ അൻഫുസകും ബിൽ ജൂഇ വൽ അത്ശി ഫഇന്ന അജ്റ ദാലിക കമിസ്ലി അജ്റിൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഇതൊരു യുദ്ധമാണ്, ഈ യുദ്ധത്തിൽ വിജയിക്കണേ. ഇച്ഛകൾ മുഴുവനും നടപ്പിലാക്കി പരാജയപ്പെടരുതേ. ഈ റഹ്മത്തിന് പാത്രമാകണേ. പ്രഥമ 10 റഹ്മത്ത് കിട്ടിയില്ലെങ്കിൽ മധ്യപത്തിലെ മഗ്ഫിറത്ത് അസാധ്യമാണ്. ആ തിരിച്ചറിവില്ലാതെ മധ്യപത്തിലേക്ക് പോകരുത്. റഹ്മത്ത് കിട്ടിയാലേ മഗ്ഫിറത്ത് കിട്ടൂ, മഗ്ഫിറത്ത് കിട്ടിയാലേ എത്ത് കിട്ടൂ. ഇതിങ്ങനെയാണ് പോണത്. അള്ളാഹു നമുക്ക് അവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ പൊതിയട്ടെ. അപ്പൊ ഇയാള് 500 കൊല്ലം സുജൂദ് കിടന്ന കാലം അത്രയും 500 കൊല്ലം മലയുടെ താഴ്ഭാഗത്ത് പാതിരാത്രിയിൽ അദ്ദേഹത്തിന് റുമ്മാനും വെള്ളവും അള്ളാഹു കൊടുത്തു. സുജൂദ് കിടന്ന 500 കൊല്ലം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയാണ്, നബിയെ ഇയാളെ നാളെ അള്ളാഹു താല മഹ്ശറിൽ കൊണ്ടുപോകും. എന്നിട്ട് അള്ളാഹു താല ഇയാളോട് പറയും, കണ്ടാൽ തന്നെ അറിയാലോ, സുജൂദിന്റെ നെറ്റി, റുക്കൂഇന്റെ ഊര, ഖിയാമിന്റെ കാല്, തസ്ബീഹിന്റെ ചുണ്ട്, കരഞ്ഞ കണ്ണ്. അള്ളാഹ് ഒന്നും ഹിസാബിനെ നടത്തൂല. അള്ളാഹ് പറയും, ഉദ്ഖുൽ ജന്ന, അങ്ങോട്ട് പോയിക്കോ, റഹ്മത്തി, എന്റെ റഹ്മത്തോണ്ടാ സ്വർഗത്തെ കണ്ടു പോയിക്കോ. അപ്പൊ അയാള് റഹ്മത്തോണ്ടാ, 500 കൊല്ലത്തെ ഈ ഭാഗത്ത് ചോടായിട്ട് കെട്ടുകെട്ടായിട്ട് ലഗേജ് കണക്കിന് കിടക്കല്ലേ. അപ്പൊ ഇയാള് പെട്ടെന്ന് പറഞ്ഞു, പഠിച്ചോനെ എന്റെ അമലോണ്ടല്ലേ ഞാൻ സ്വർഗത്ത് പോവാ. അപ്പോഴും അള്ളാഹ് പറയും, അബദി എന്റെ റഹ്മത്തോണ്ട് പോയിക്കോ, റഹ്മത്തോണ്ട് പോവാ. പക്ഷെ ഇപ്പൊ എന്താ എന്റെ അമലിന് കുറവുള്ളത്? 500 കൊല്ലത്തെ മലന്റെ മുകളത്തെ സുജൂദ്. അത് കണക്കൂട്ടിയാൽ തന്നെ സ്വർഗം ഉണ്ടാവില്ലേ? അത് അള്ളഹാനോട് ആ സമയത്ത് ആള് പറയും. 3 വട്ടം അള്ളാഹ് പറയും. അപ്പോഴാള് തിരിച്ചു പറയും, അമലോണ്ട് പോവാന്നുള്ള ധൈര്യത്തില്. അപ്പൊ അള്ളാഹ് മലക്കുകളോട് വരും, എന്നാ ഒരു കാര്യം ചെയ്യാം, ഹാസിബു ഫിരിവാത്തിന് ബയ്യിനു, നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തൂക്കുക. ഞാൻ അയാൾക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ മൊത്തം ഒരു ഭാഗത്ത്, അയാൾ 500 കൊല്ലത്തെ മലമുകളിലെ സുജൂദ് മറ്റൊരു ഭാഗത്തും. എന്നിട്ടൊന്ന് താരതമ്യം ചെയ്ത് തൂക്കിയിട്ട് വേഗം വിവരം പറയുന്നത്. മലക്കുകൾ ഇങ്ങനെ അയാൾ 500 കൊല്ലത്തെ ഈ ഭാഗത്ത് തൂക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മുകൾ ഭാഗത്ത് കണ്ണ് എന്ന ബസർ എന്ന ഐന് എന്ന ആ ഒരൊറ്റ നിഅമത്തിന്റെ അതിന്റെ ആഴവും പരപ്പും അള്ളാഹു പറഞ്ഞ അടിസ്ഥാനത്തിൽ മലക്കുകൾ കണക്കൂട്ടി വെക്കുമ്പോഴേ അയാൾ 500 കൊല്ലത്തെ സുജൂദിന്റെ ശുക്ർ ഈ കണ്ണ് എന്ന നിഅമത്തിന് മാത്രം തികഞ്ഞിട്ടില്ല. ഫബഖിയത്തിൻ നിഅമതു ഫിൽ ജസദി, ശരീരത്തിൽ തന്നെ മറ്റുള്ള അവയവങ്ങളുടെ നിയമത്ത് കണക്ക് കൂട്ടാൻ പറ്റിയില്ല. 500 കൊല്ലത്തെ സുജൂദ് കണ്ണുമ്മ പോയി, എന്നാലും കണ്ണ് എന്ന നിയമത്തിന്റെ ആഴം പിന്നെയും ബാക്കിയാ, ഇതിന് തഴഞ്ഞില്ല. ഇനി എന്തൊക്കെ തൂക്കാണ്ട്? മൂക്ക്, ചെകിട്, ഇതൊക്കെ ഞമ്മക്ക് ഇങ്ങനെ ഓസിയായിട്ട് കിട്ടണോണ്ടല്ലേ വലിപ്പറിയാത്തത്. എനിക്കൊരു സുഹൃത്തുണ്ട്, പേര് അബ്ദുസലാം എന്നാ. ഓനോട് ദുനിയാവിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാന്ന് വെച്ചോ പറയും, എനിക്ക് 1 മണിക്കൂർ ഒരാളെ സലാം മടക്കാൻ പറ്റിയാൽ മതി, അസ്സലാം അലൈക്കും എന്ന് കേട്ടാൽ മതി. അതിന് 2 ചുവടിനും കേൾവില്ല. എൻ്റെ അയൽവാസിയാണ്. നമ്മളെ കണ്ണിന് കാഴ്ചാണ്ട് പോയി നോക്കണം. പെരണ്ടാവില്ല, കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾ എനിക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ കല്യാണം കഴിക്കണം, പെരണ്ടാണെന്ന് അറിയില്ല, എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയാൽ മതി എന്നറിയും. ഇപ്പൊ നമുക്ക് തോന്നാത്ത കാഴ്ച ഉണ്ട്. അതുകൊണ്ടാണ് പല്ലിന്റെ വേദന അതിശക്തമായി അതിൽ കിടന്ന് പൊളയുന്ന ഒരാളോട് എനിക്ക് പെരണ്ടാക്കി തേറ്റെന്ന് വെച്ചാൽ എന്റെ പല്ലൊന്ന് ശരിയാ മതി എന്ന് പറയും. നമുക്ക് തോന്നാത്ത എന്താ അറിയോ, നമുക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത് സംഗതി മനസ്സിലായിട്ടില്ല. അതാണ് അള്ളാന്റെ ഒരൊറ്റ നിയമത്ത്. അതാ വൈൻ തഴുത്തു നിയമത്തല്ല എന്ന് പറഞ്ഞത് ഏകവചന, നിയമല്ലാന്നും കൂടി പറഞ്ഞില്ല. അപ്പൊ അള്ളാന്റെ എല്ലാ നിയമത്തും വേണ്ട. ഒരു നിയമത്തിന്റെ ആഴം നിങ്ങൾക്ക് അളന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ അപ്പുറമാ. ചിന്തിക്കണേ, ഈ മനുഷ്യൻ അവസാനം അള്ളാന്റെ മുമ്പിൽ പെട്ടുപോവുകയാണ്. കാരണം കണ്ണ് എന്ന നിഅമത്തിന് അള്ളാഹു കൊടുത്ത ആഴവും വലുപ്പം അങ്ങ് തീരാത്തതിന്റെ മുമ്പേ 500 കൊല്ലത്തെ
സുജൂദ് തീർന്നു പോവുകയാണ്. ഉടനെ അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, അദ്ഖിലൂഹു ജഹന്നമ, ആ മനുഷ്യനെ കത്തിക്കാളുന്ന ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞോ. സബാനിയാക്കളായ മലക്കുകൾ ആ മനുഷ്യന്റെ ഊരക്ക് ചങ്ങലയിട്ടുകൊണ്ട് കത്തിക്കാളുന്ന ബീഭത്സകമായ നരകത്തിലേക്ക് വലിച്ചടക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അമളി മനസ്സിലാക്കി കരയുകയാ, അല്ലാഹുവേ അമളി സംഭവിച്ചതാണ് കരഞ്ഞോണ്ട് പറഞ്ഞു, പടച്ചോനെ നിന്റെ അടുത്ത് അമളി പറ്റിയതാണ് അല്ലാ, നിന്റെ അമളിയാണ് അല്ലാ, നിന്റെ റഹ്മത്തോണ്ട് എന്നെ സ്വർഗത്തിലാക്കണേ അല്ലാ. അത് നരകത്തേക്ക് വലിക്കുമ്പോഴാ പറയണേ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഒന്നും കൂടി ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അല്ലാ രണ്ടാമതൊന്ന് ഹിസാബ് എടുത്തി. എന്നിട്ടൊരു ചോദ്യം, നിന്നെ സൃഷ്ടിച്ചതാരാ? പടച്ചോനെ അയ്യ അമല ചെയ്തിട്ട് ഞാൻ സൃഷ്ടിച്ചാണോ? എന്റെ ഇഷ്ടത്തിന് സൃഷ്ടിച്ചാണോ? എന്റെ ഇഷ്ടത്തിന് സൃഷ്ടിച്ചാണ് റബ്ബേ. നീ 500 കൊല്ലത്തെ മലന്റെ മുകളിലെ സുജൂദിന്റെ ഗാംഭീര്യം പറയുന്നുണ്ടല്ലോ. അതിന്റെ മുകളിൽ വെച്ച് സുജൂദ് ചെയ്യാനുള്ള കഴിവിന് എനിക്ക് തന്നതാരാ? നീയാണ് റബ്ബേ. സുജൂദ് ചെയ്യാൻ നിന്റെ കൽബിൽ തോന്നിപ്പിച്ചതാരാ? നീയാണ് റബ്ബേ. എടോ നിനക്ക് രാത്രിയായാൽ മലയുടെ താഴ്ഭാഗത്ത് നിന്ന് റുമ്മാൻ പഴവും നല്ല സ്വച്ഛന്ത പാനീയവും നൽകുന്നതാരാ? നീയാണ് റബ്ബേ. നീ എന്നോട് പറഞ്ഞില്ലേ നീ സുജൂദ് കിടക്കുന്ന സമയത്ത് മരിപ്പിക്കണമെന്ന്? അയാൾ മരിച്ചതോ അങ്ങനെ തന്നെ. സാധ്യതെന്നാണ് അയാൾ സുജൂദിലായും കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. നിന്നെ സുജൂദിൽ കിടക്കുമ്പോ നിന്നെ മരിപ്പിച്ചതാരാ? നീയാണ് റബ്ബേ. പിന്നെ നിന്റെ അമലിന്റെ എന്ത് വലിപ്പാടോ പറയുന്നേ? നിന്റെ കയ്യിൽ നിന്റേതായ എന്തെങ്കിലും ഉണ്ടോ? നീ നിന്റെ 500 കൊല്ലത്തെ അമല് പറയുന്നുണ്ടല്ലോ, ആ അമല് തൗഫീക്ക് നൽകിയതാരാ? അവൻ നീയാ. ഇപ്പൊ എന്താ എനിക്ക് തോന്നണോ വെച്ച്, എന്റെ റഹ്മത്തോണ്ട് മാത്രം ഒന്ന് സ്വർഗത്തിലാക്കി തരണം റബ്ബേ. തിരിച്ചറിവ് കിട്ടണ അപ്പോഴാ. അപ്പൊ അള്ള മലക്കുകളോട് അറിഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ടോളിന്ന് പറഞ്ഞു. അയാളാണ്ട് സ്വർഗത്തേക്ക് എത്തിയപ്പോഴാണ് ജിബീസ്ലാം പറയാണ്, ഇന്നമൽ അസ്യാഉ കുല്ലുഹാ ബിറഹ്മത്തി റബ്ബി. എന്ത് സംഗതിയും അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നടക്കൂല നബിയേ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ്, ലയൻജു അഹദും മിൻകും, നിങ്ങളിൽ ഒരാളും നിശ്ചയം രക്ഷപ്പെടൂല ഇല്ലാ ബിറഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗത്ത് കടക്കൂല, നരകത്തുനിന്ന് രക്ഷപ്പെടൂല. കേട്ട ആളുകൾ സംശയം തീർത്തു. നിങ്ങളെ അവസ്ഥ എന്താന്ന് വെച്ച്, ഈ പറയുന്ന നിങ്ങൾക്ക് ഇത് ബാധകാണോന്ന്. ആരാണ് മുത്തനബി? അപ്പൊ മുത്തനബി പറഞ്ഞോ, എന്റെ അവസ്ഥ അങ്ങനെയാ. അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഈ പാവപ്പെട്ട മുഹമ്മദിനും രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു തുടങ്ങി 2 ദിവസമുള്ളൂ. ഇന്ന് എത്രാം ദിവസമാണ് റഹ്മത്തിന്റെ? 4 6 അല്ലേ? 2 ദിവസം അങ്ങനെ തന്നെയല്ല. നമ്മൾ സാധാരണ പറയില്ലേ പരിപാടിക്ക് 2 ദിവസം ഉള്ളൂ എന്ന്. ചിലപ്പോ 2 ആഴ്ച ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ് ഞാൻ 2 ദിവസം പറഞ്ഞപ്പോ 4 ദിവസം ഉണ്ടെന്ന് അപ്പുറത്ത് കണക്കൂട്ടണ്ട ഷൂ എന്നറാ. ഇത് സിസർ വലിച്ചിരുന്നാര് കയ്യതൊക്കെ ഇതൊക്കെ ഇങ്ങനെ എടുത്തിടല്ലേ, പൊറാട്ട അടിച്ചിരുന്നവരല്ലേ ദിവസം. എന്നിപ്പോ നോമ്പ് കണ്ട് ആ വലിയ മാസം ഇല്ലേ, ഇന്നലെ കണ്ട് വലിയ മാസം. എന്നിട്ട് അപ്പളും പറയല്ലേ കുറെ കാലിയന്മാരെ ഈപത്ത് മാസം കണ്ടപ്പോളേ ആദ്യം കോഴിക്കോട് കാലിനെ ഈപത്ത് പറഞ്ഞേ. ഇയാളതൊന്നും നോക്കണില്ല മനുഷ്യ. അതാണ് പിന്നെ മറ്റുള്ള കാലിയന്മാരും പറഞ്ഞു. ഇതന്നെയല്ലേ പണി. കണ്ണ് കണ്ടത് മുഴുവനും ഈബത്തിന് വഴിയാക്കുക തന്നെ. അന്ത്യനാളാവുമ്പോ മാസത്തിന് വലിപ്പം കൂടുന്ന ഹദീസ് ഉണ്ട്. അത് പഠിച്ചാൽ പിന്നെ ഇനി പഠിച്ചിട്ടില്ലെങ്കിലും തൊള്ളടക്കാൻ പഠിച്ചാൽ മതി. ഇതാ പഠിച്ചിട്ടും കാര്യമില്ല, ഇത് അടക്കിച്ചില്ലെങ്കിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റഹ്മത്തിൽ പിടിച്ചു തൂങ്ങിക്കോളി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 പ്രസ്താവനകൾ മാത്രം. ചില ഡയലോഗ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അത് ഞാൻ പറയാം, ഭയങ്കര ഇഷ്ടമാണ്. ചില ഡയലോഗ് ഉണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ പറഞ്ഞാലും വേണ്ടില്ല. യഹ്യ ഇബ്നു മുആദ് അള്ളാഹിനോട് രസകരമായിട്ട് ഇഷ്കിന്റെ മനസ്സങ്ങോട്ട് പൊട്ടിയിട്ട് 2-3 വർത്താനം പറഞ്ഞു. അവര് പറയാണ്, പടച്ചോനെ ഖലഖ്തൽ ജന്ന, ഈ സ്വർഗം സൃഷ്ടിച്ചു. വലീമത്തിൽ ഔലിയ, നിന്റെ ഔലിയാക്കൾക്ക് സത്യമല്ലേ സ്വർഗം, ഞങ്ങൾക്കൊന്നും വാദകല്ലല്ലോ. അന്റെ ഔലിയാക്കൾക്ക് വേണ്ടിയിട്ട് സ്വർഗം സൃഷ്ടിച്ചു. മിൻഹ, കാഫിര്യങ്ങൾ അതിനെ തൊട്ട് നീ നിരാശരാക്കി ഓലൊട്ട് അതിൽ പോവില്ല.
മലായിക്കത്ത മലക്കളെ സൃഷ്ടിച്ചു. ഓൽക്കൊട്ട് സ്വർഗം ആവശ്യമില്ല. വാന്ത മുസ്തഗ്നിയാണ്, അനക്ക് സ്വർഗത്തിന്റെ പ്രശ്നമല്ല. ഇജി പിന്നെ എന്നെ പോലത്തവർക്ക് സ്വർഗം തന്നില്ലെങ്കിൽ എന്തിനാ ഈ വലിയ സ്വർഗം ഉണ്ടാക്കിക്കണമെന്ന് വെച്ച് അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ചീത്ത പറഞ്ഞല്ലത് ഇഷ്കിന്റെ ഈ മർമ്മരസത്തിൽ അറിയാതെ ബാഹ്യമായിട്ട് ഇങ്ങനെയൊക്കെ തോന്നുന്ന ചില വാക്കുകൾ ഔലിയാക്കൾ പറയാറുണ്ട്. അതിൽ പെട്ടാണത്. അനക്കും സ്വർഗം വേണ്ട, മലക്കും സ്വർഗം വേണ്ട. ഈ കുറച്ച് ഔലിയാക്കളായിക്കാണ്ട് കൂട്ടിക്കണ്. അതിനെന്തിനാ ഇതിനത്ര വലിയ സ്വർഗം ഉണ്ടായിക്കണ്, അവിടെ എനിക്കും വേണം. ഇന്ന് രാത്രി രണ്ട് പൊട്ടിച്ചുകൊണ്ട് അള്ളാഹിനെ ചീത്ത പറയാൻ നിൽക്കണ്ട. ചീത്ത പറയുന്ന ശൈലിയിലല്ല, അതൊക്കെ ഒരു ഇഷ്കിന്റെ രസത്തിൽ പറയുന്നവരോ. ഇത് കിതാബിലുള്ളതാണ്. ഞാൻ നിങ്ങൾ റൂമിൽ വന്നപ്പോ തന്നെ കിതാബ് കാണിച്ചു തരാം, ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഈ ഡയലോഗ് ഞാൻ കുത്തുബക്ക് ഇറങ്ങണേന് 10 മിനിറ്റ് മുമ്പേ കണ്ടിട്ടുള്ളൂ. എന്റെ തലയിലെ വന്ന് വീണതാ. ഇത് കിതാബിലുള്ള, ഞാൻ ഉണ്ടാക്കി പറയില്ല. വലിയ വലിയ കിതാബില്ല, ചെറിയ കിതാബില്ല, വലിയ കിതാബില്ല. അവരെ തൊട്ട് തന്നെ വേറെ ഒന്നും പറയണ്ട. അത് താഴ്മയില്, വളരെ താഴ്മയില്ല. അവർ പറയാ, പഠിച്ചവനെ നിന്റെ സവാബ് മുത്തയ്യങ്ങൾക്കുള്ളൂ, വഴിപ്പെട്ട ആളുകൾക്ക് നീ കൂലി കൊടുക്കുള്ളൂ. ഞാൻ അതിൽ പെട്ടിട്ടില്ല. പിന്നെ എന്റെ റഹ്മത്ത് ആർക്കാ? ദോഷികൾക്കാ. അതിലാണ് ഞാൻ പെട്ടിക്കണം. അതുകൊണ്ട് എന്റെ റഹ്മത്ത് കൊണ്ടുണ്ടായിരുന്നു. നീ കൊടുക്കലാക്കാൻ പറ്റില്ല, കൊടുക്കുന്നേ. വേറെ എന്താ ചെയ്യണേ? കാരണം നിന്റെ സവാബ് പ്രതിഫലം വാങ്ങാൻ എനിക്ക് യോഗ്യതല്ലേ, ഞാനൊരു ആബിദല്ല. അപ്പൊ സവാബിന്റെ അപ്പുറം റഹ്മത്ത് ഉണ്ടല്ലോ, അത് മുദ്നിബീങ്ങൾക്കല്ലേ, ദോഷികൾക്കും നമ്മാണികൾക്കല്ലേ. ഞാൻ ആ കൊടുത്തുപെട്ടാണ്, അതുകൊണ്ട് ഈ കൊണ്ടാണ് റഹ്മത്ത് കൊണ്ട് കൊണ്ടാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. ആ രസ്ത് പറയുമ്പോ ധിക്കരിച്ചിട്ടല്ല, ആ രസ്തിലാണ് പറയുന്നത്. മൂസാ നബിന്റെ ആളായിരുന്നു. അള്ളാഹിനോട് അടിച്ചു കയറി ചിലതൊക്കെ പറയും, അടിച്ചു കയറി പറയും. ചിലപ്പോ നേരെ തിരിച്ച് അള്ളാഹ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും ചെയ്യും. ഒരിക്കൽ അള്ളാഹ് പറഞ്ഞു, അതിശക്തമായിട്ട് തലവേദന കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ അള്ളാഹ് പറഞ്ഞു, എന്തിനാ അങ്ങനെ തല തൊട്ട് പ്രയാസപ്പെടും, എന്താ പ്രശ്നം എന്ന് വെച്ച്. അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല, അള്ളാഹിന്റെ ശൈലി അങ്ങനെ. പിന്നെ കലുഷമായ തലവേദന ഉണ്ട്. തോരീസനാമലന്റെ അടിയിൽ ഒരു ചെടി ഉണ്ട്, പറിച്ചിട്ട് ഇവിടെ വരുത്തിയാൽ മതി പോകുന്ന ഒറ്റ ഓട്ട മലന്റെ അടിയിൽ പോയിട്ട് ചെടി പറിച്ചിട്ട് പറ്റി തലവേദനയാണ് മാറി. രണ്ടാമത് ഈ വേദന പിന്നെയും വന്നു. എന്തെങ്കിലും നോക്കാണ്ടോ? കാരണം സാധനം എവിടെ ഉണ്ട്? മലന്റെ അടിയിലുണ്ട്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഓടി വേഗം പറിച്ചു പോറ്റിയപ്പോ തലവേദനയാണ് കൂടി. ഇതുകൊണ്ടപ്പോ നേരത്തെ മാറിയത്, ഇപ്പൊ കൂടുകയും ചെയ്ത്. അപ്പൊ ഒന്നും കൂടി തലാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അല്ല വെച്ച് എന്തെന്ന് വെച്ച്, ഒന്നുമല്ല ഇജ് പറഞ്ഞ ആ ചെടി തന്നെയല്ല ഞാൻ പറിച്ചിക്കണേ. ഇന്നാള് മാറിയും ചെയ്ത്, ഇപ്പൊ ഓവറായും ചെയ്ത്. അന്നാളെ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിനല്ല പോയത്. അതുകൊണ്ടാണ് ചെടിക്കും മരത്തിനും മരുന്നിനൊന്നും ഒന്നും കഴിയില്ല. അതൊക്കെ സബബുകളാണ് മൂസ, മുസബ്ബിബ് ഞാനാ. ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ദുനിയാവിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അള്ളാഹ് ഇടപെടണ്ടേ. അതുകൊണ്ടല്ല മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞത്, പാമ്പുകൾ എല്ലാരും കൂടി, പാമ്പ് ഫിർഔന്റെ സാഹചര്യങ്ങൾ പാമ്പിനെ തൊടുത്തു വിട്ടില്ലേ, എത്ര പാമ്പുകളാ. ഒരു മനുഷ്യനെ നേരെ പാമ്പുകൾ ഇങ്ങനെ വന്ന എന്താ മൂസാ നബി പേടിച്ചിക്കണെന്നാണ് ഇബ്നു കസീറൊക്കെ രേഖപ്പെടുത്തിയത്. കാരണം 1 10 ഒന്നല്ല പാമ്പുകൾ കണ്ട് വരില്ലേ, ചെറിയ പേടി പിടിക്കണ്. പാമ്പിനെ കണ്ട ആകെയുള്ള ധൈര്യം കയ്യിൽ വടിയുള്ളതാ. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ആ വടി അവിടെ ഇട്ടാളി, അയിമ കൂടെ ഉണ്ടാകുന്നത്. നമുക്കതൊരു ചരിത്ര, സൂഫിയാക്കൾക്ക് അത് മറ്റൊരു ലോകത്തിന്റെ മിഫ്താഹ. പാമ്പിനെ കണ്ട ഒരു മനുഷ്യനെ ആകെയുള്ള ധൈര്യം കയ്യിലെ വടിയാണല്ലോ. നായനെ കണ്ട കയ്യിലെ കല്ലും. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളൊരു ദോഴ്ഫാണിത്. കാരണം നായക്ക് നമ്മളെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ഒരു സാധനം എടുക്കണോ? നമുക്ക് നായനെ നേരിടാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം? നായക്കൊരു മനുഷ്യനെ കടിച്ച് കൊല്ലാൻ എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് കിട്ടണോ? കൈക്കോട്ട് വേണോ? അരിവാള് വേണോ? ബ്ലേഡ് വേണോ? ഒക്കെ നായന്റെ അടുത്തുണ്ട്. നമുക്കൊന്ന് തടുക്കാനോ? നാളുണ്ട് പാന്റ് അതുപോലെ ഇൻസൈഡ് ചെയ്ത് നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് ടൈയൊക്കെ ഇട്ടിട്ട് ഒരാൾ ഭയങ്കര ഓട്ടം ഓടണം, നായനെ കണ്ടു ഓടുകയാണ്. ഞാൻ കരുതി മനുഷ്യന്റെ ഒരവസ്ഥ. ഇനി അയാൾക്ക് ഈ നായനൊന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം സാധനം പുറത്തുനിന്ന് എക്സ്ട്രാ എടുക്കണം? നായക്കൊരാവശ്യമില്ല, വാലാട്ടി വാക്കിൽ ഓടിയാൽ മതി. അപ്പൊ നായനെ കണ്ട കല്ല്, പാമ്പിനെ കണ്ട വടി. മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, വടിമ കൂടണ്ട, അതവിടെ ഇട്ടാളിന്ന് പറഞ്ഞു. മൂസാ നബി വടിയാണ്ട് ഇട്ടു. അപ്പൊ വടി തന്നെ പാമ്പായി. അത് അള്ളാന്റെ പണിയാണ്. നമ്മൾ അള്ളാഹ്ക്കാണ്ട് കൊടുത്താൽ മതി. കഴിഞ്ഞു. അള്ളാഹ്ക്കാണ്ട് കൊടുത്താൽ മതി. ഒന്നും നോക്കണ്ട, വേറെ ഒന്നും നോക്കണ്ട. റാബിയത്തുൽ അദവിയ്യാന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹു നോമ്പ് കാലത്ത് 3 പത്തിരിയാ ഉള്ളത്. 3 പത്തിരി. 3 ആളുകൾ ആ സമയത്ത് നോമ്പറക്കാൻ വന്നു. 3 ആളുകൾ നോമ്പറക്കാൻ വന്നു. റാബിയത്തുൽ അദവി പറഞ്ഞു, നോമ്പറന്നിട്ട് പോകാറുണ്ട്. ആകെ 3 പത്തിരിയാ ഉള്ളത്. എന്ത് ധൈര്യത്തിലോ ഓലെ പിടിച്ചു നിർത്തിയത്? അള്ളാഹു വല്യോനാന്നുള്ള ധൈര്യത്തിലാണ്.
4 ആൾക്ക് 3 പത്തിരി തികയോ? ചെറിയ പത്തിരി, കണ്ണൂർ ടയർ പത്തിരി അല്ല, ചെറിയ പത്തിരിയാണ്. 4 ആൾക്ക് തികയാണ്. അവസാനം നോമ്പറക്കാൻ സമയത്ത് വേറൊരു യാചകം വന്നു. വിശന്ന് പൊരിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ കയറിയത് എന്തെങ്കിലും തിന്നാൻ തന്നെ തന്നെ. ആ 3 പത്തിരി അതിനാണ്ട് കൊടുത്തു. ഇപ്പൊ പാത്രം കാലിയാ. എത്ര ആള് നോമ്പറക്കാണ്ട്? 4 ആള്. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ പോട്ടെ എന്ന് വെച്ചാൽ, കാരണം പാത്രത്തിലൊന്നുമില്ല. അവിടെ നോമ്പറന്നിട്ട് പറഞ്ഞു. എന്താ നോമ്പറക്കാനുള്ളത്? അതിനാണ് യഖീൻ എന്ന് പറയാ. നോമ്പറക്കാൻ നേരത്തുണ്ട് ഒരാൾ ഒരു കിറ്റേറ്റ് വരുന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു ഇത് റാബിയത്തുൽ അദവിയാന്റെ വീടല്ലേ എന്ന് വെച്ചാൽ, ഇത് രാജാവ് വന്നാണ് നോമ്പറക്കാൻ തന്നാണ്. എന്താന്ന് വെച്ച് ഇതിൽ 20 പത്തിരി ഉണ്ട്. അപ്പൊ റാബിയത്തുൽ അദവി പറഞ്ഞു അത് എനിക്കുള്ളതല്ല. റാബിയത്തുൽ അദവിയാന്റെ വരി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ റാബിയത്തുൽ അദവിയ എന്നൊരു മഹത്യങ്ങളല്ലാതെ ഇല്ല. അത് എനിക്കുള്ളതല്ല, അത് വേറെ ഏതോ റാബിയത്തുൽ അദവിയാനെ കരുതി തന്നായിരിക്കും, അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. എനിക്കുള്ളതല്ല. എന്തേന്ന് വെച്ച് എനിക്കുള്ളതാണെങ്കിൽ 30 പത്തിരി എത്തണം. കാരണം ഞാൻ 3 എണ്ണ കൊടുത്തുകണ്. മഞ്ചാ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. അള്ളാന്റെ അടുത്ത് 1-ന് 10 ഉള്ളത്. ഇത് 20 ഉള്ളു, 10 എണ്ണം കമ്മിയുണ്ട്. 30 വേറെ വരും. ഇത് എനിക്കുള്ളതല്ല. അതിൽ കൊടുന്ന ആള് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു 10 എണ്ണം ഞാൻ കട്ടതാണ് എന്നല്ല. എന്നാ അത് കണ്ട് പറയാൻ 20 എണ്ണം വെച്ച് പോകാറ്. ഇനി മേലെ കക്കരുതെന്നും പറഞ്ഞു. ഒക്കെ പൊളിഞ്ഞു ചെയ്ത്. അതിനാണ് തവക്കുല് എന്ന് പറയുന്നത്. പിന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ പിടിച്ചു തൂങ്ങന്നെ. പടച്ചോനൊരു വഴി കാണും. ഒരു സംശയം വരും. പിന്നെ നമ്മള് തവക്കുലാക്കിയിട്ട് എന്താ വരാത്ത് അതിന് അത് പണ്ട് വാപ്പ മോനോട് പറഞ്ഞേ, കൽബിൽ യഖീൻ ഉറപ്പിച്ചിട്ട് എന്ത് തോരുന്നാലും ഉത്തരം ഉറപ്പാണ്. മോൻ ചോദിച്ചാൽ നേരെ തന്നെ വാപ്പാന്ന് വെച്ചാ എന്താ എനിക്ക് പരിശോധിക്കണോ വെച്ചാ, എന്നിട്ട് എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഈ മല അപ്പുറത്ത് കാണുന്ന പറഞ്ഞു. ഞാൻ യഖീനോടാണ് ദ്വാരനോട് ഇരുന്നിട്ട് ദ്വാരുന്നു. ആ മല ഒന്ന് അങ്ങോട്ടാക്കറപ്പേ. കഴിഞ്ഞപ്പോ മല അവിടെ തന്നെ ഉള്ളത്. എന്നിട്ട് മാപ്പാനോട് പറഞ്ഞേ എനിക്കപ്പൊ തന്നെ അറിയാം അതേ ആളുകൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഇത് ദ്വാരക്കുമ്പോ തന്നെ അറിയാവുന്ന മല കൊടുക്കുമ്പോ പോലെ അവിടെ തന്നെ ഉണ്ടാവും. ഈ ആദ്യം ദ്വാരത്തിട്ട് എന്താ കാര്യമുള്ളത്? നമ്മളെ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങനെയാണ്. അമേരിക്കയിൽ മുമ്പ് ഒരാള് നല്ലൊരു കയറ് കെട്ടി നയാഗ്ര വെള്ളച്ചാട്ടം അടിയിലുണ്ട്. അതിന്റെ മേൽക്കൂടി ഇങ്ങനെ നടന്ന അഭ്യാസം കാണിച്ചു. വീണാ മരണം ഉറപ്പാ. അത്ര സാഹസിക അഭ്യാസമാണ് കാണിച്ചത്. ആളുകളൊക്കെ കൈയടിച്ചു. അയാൾ ഇപ്പുറത്തെത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ചു, ആ കയറിലൂടെ നൂലിലൂടെ ഇങ്ങോട്ട് എത്തിയ എനിക്ക് തിരിച്ച് അങ്ങോട്ട് അതേ അഭ്യാസത്തിൽ നടക്കാൻ കഴിയുമെന്ന് എന്നെ കുറിച്ച് വിശ്വസിക്കുന്ന യഖീനുള്ള ആളുകളൊക്കെ ഒന്ന് എണീറ്റുന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ച്. യഖീനാണ്, തിരിച്ചിങ്ങൊക്കെ നടക്കാൻ പറ്റും. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാൽ തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ തോളിലിരിക്കാൻ ധൈര്യമുള്ള ആളുകൾ മുന്നോട്ട് വന്നേ. ആരും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേ ചിലപ്പം വീഴാൻ സാധ്യത ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതോ അത് നമ്മള് പറഞ്ഞ മുദ്രാവാക്യാണ്. നമ്മളെ എല്ലാ പരിപാടിയും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിക്ക് തറച്ച് വേരൊന്നും യഖീനില്ല. ഒക്കെ തൊണ്ടന്റെ അവിടെ നിന്നുള്ള ഭയങ്കര ഒച്ചപ്പാടാണ്. റമദാൻ എന്ന് പറഞ്ഞാല് ഈ ആദ്യ തടസ്സങ്ങളിൽ നിന്ന് മാറിയിട്ട് യഖീനെ ഉള്ളിൽ കാണിയടിച്ച് കയറ്റാനുള്ള മാസം, അല്ലാതെ നോമ്പറക്കാനുള്ള മാസമല്ല. നോമ്പ് ഇറക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് നോമ്പറപ്പിക്കുന്ന ആൾക്കാരും പൊരയിൽ ഒരു ദിവസമെങ്കിലും നോമ്പറപ്പിച്ചോളി നല്ല. ഇന്നൊട്ട് ആരും വിളിക്കാൻ നിൽക്കരുത് പറയാൻ. കാരണം വിളിച്ചിട്ട് വരായിരുന്നു മോശം. പഠിച്ചോനെ ആർക്കും വിളിക്കാനുള്ളൊരു ബോധം കൊടുക്കല്ലേ അല്ലാ. നമ്മളൊരു ചിട്ടുണ്ട്, തെറ്റണ്ടെന്ന് കരുതിയിട്ട് ആരും വിളിക്കരുത്. നിങ്ങൾക്കൊക്കെ നോമ്പറപ്പിച്ച് കൂലിക്ക് വേണ്ടി ഞാൻ ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. എന്നെ ആരും വിളിക്കരുത്. ഇവിടെ വരുന്ന ഉസ്താമാരൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല, വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ഞാൻ നിങ്ങളെന്നല്ല, എൻ്റെ വീട്ടിൽ മാത്രമേ പോവുകയാണെങ്കിൽ പോവുള്ളൂ നോമ്പറക്കാൻ. അല്ലാത്തോടക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമുക്ക് ഒറ്റ ഇരുത്തം ഞാൻ ഇരിക്കുള്ളൂ. ഞാൻ എന്താ നമ്മള് ഒരു ഖത്തീബാകുമ്പോൾ വിഷയം തീർക്കണല്ലേ, ഞാൻ ഒറ്റ ഇരുത്തം.